ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ഏത്തപ്പഴം കൊണ്ടൊരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് 2 ഏത്തപ്പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറിയ 2 കഷ്ണം, 3 കഷ്ണം ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്. 3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് കല്ലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു പാൻ വെച്ചതിന് ശേഷം പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ആദ്യം. അതിന് ശേഷം കടുക്, ചെറിയ ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടോടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല, സോറി. ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ലൈറ്റ് കളറാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ തൈര് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ അടപ്പ് മാറ്റി നോക്കിയപ്പോൾ ഏത്തപ്പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തവി കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉടച്ചു വെച്ചിരിക്കുന്ന തൈരാണ്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കിയൊന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.